അങ്ങയുടെ കുടുംബത്തിൽ നിന്നാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ഇതേപോലെ ഒരു കെണിയിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു പോയത്. അതിന്റെ വേദന അതെങ്ങനെ സംഭവിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ അങ്ങേക്കും ആ നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട്. ഇതിപ്പോ ഇന്ന് രാവിലെ ഈ വാർത്ത വായിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ഒന്ന് പുറകോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 5-8 ഇടത്ത് കേരളത്തിൽ ഇന്ന ഇടത്ത് എന്നില്ലാത്ത തരത്തിൽ കർഷകർ മൃഗക്കണിയിൽപ്പെട്ട് കരണ്ടടിച്ച് മരിച്ചു പോകുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരികയാണ്. മൃഗങ്ങൾ ഒരു വഴിക്ക്, മനുഷ്യൻ മറ്റൊരു വഴിക്ക് എന്ന് പറയുന്ന ഈ അനീതി, അതിനൊരു പരിഹാരം വേണ്ടേ? ശ്രീ അബിദ് പറ. തീർച്ചയായും വേണം. എൻ്റെ ഭാര്യ പിതാവാണ് മരിച്ചത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് സംഭവം നടന്നത്. രാവിലെ പുലർച്ചെ 5:30 മണിയോടുകൂടി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ താഴെയുള്ള കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ മീൻ കണ്ടപ്പോൾ മീൻ പിടിക്കാൻ നിന്ന സമയത്താണ് തോടിൻ്റെ അരികിലുള്ള ഈ കെണി കാണാതെ അതിൽ ചെന്നപ്പെടുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തത്. ഇതേ സെയിം സംഭവം തന്നെയാണ് നടന്നത്. അതായത് ഈ ഇറച്ചിയാക്കി വെക്കുന്നൊരു പ്രവണതയാണ് അവർക്കുണ്ടായിരുന്നത്. അത് ഇതുവരെ അധികൃതർ അതിൻ്റെ ഒരു ശക്തമായ ഒരു അന്വേഷണമോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. ഒരു പ്രതിയെ മാത്രമാണ് പിടിച്ചത്. 3 പ്രതികളുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതിൽ 2 പ്രതികളെ ഇതുവരെ അവർ ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളോ അന്വേഷണം നടക്കുന്നതായി പറയുന്നുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ അവർ എടുക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ DFO ഓഫീസിൽ ഇന്നലെ പോയിരുന്നു. അവർ പറയുന്നത് അവർക്ക് ഈ വൈൽഡ് ലൈഫിൻ്റെ ഒരു ഇൻഫർമേഷനും, അതായത് ഇതേപോലെയുള്ള ഇറച്ചി മാംസം ആക്കി വെക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളും ഇതുവരെ പോലീസിൽ നിന്ന് ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നത്. കാരണം ഈ മരണം സംഭവിച്ചതിൻ്റെ ദുഃഖം ആചരണവും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് തെളിവെടുക്കാനാണ് അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് എന്നാണ് അവിടുത്തെ ഓഫീസറുടെ അടുത്തുനിന്ന് മറുപടിയായിട്ട് കിട്ടിയത്. അബിദ് പറ, ഈ KSEBയുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തോ? ഇത് ഇലക്ട്രിസിറ്റി മോഷ്ടിച്ചാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ KSEBയുടെ പരാതി കൊടുത്തോ? KSEB അതെ KSEBയുടെ ചെന്ന് അന്വേഷിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് ഇതേ സെയിം ഇത് തന്നെയാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഇത് കറണ്ട് മോഷ്ടിച്ചിട്ടാണ് ചെയ്തത് എന്നുള്ളതിന് അവർക്ക് റിപ്പോർട്ടൊന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല. ഇത് ഇവിടെ വന്ന് എല്ലാവർക്കും ആ സമയത്ത് കണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കറണ്ട് മോഷ്ടിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നില്ലേ. അതിനെതിരെയുള്ള ഒരു കേസോ അല്ലെങ്കിൽ ആക്ടോ കാര്യങ്ങളോ ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ട് തരുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ലാതെ കെണിവെക്കുന്നിടത്ത് KSEBയുടെ കണക്ഷൻ ഒന്നും കൊടുക്കില്ലല്ലോ. ഇത് എന്ത് തരം മറുപടിയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരിപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയിട്ടില്ല. അവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ കറണ്ട് പിടിച്ചിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവനക്ക് രണ്ട് പേര് കൂടെ ഉണ്ട് കൂട്ടുപ്രതികളായിട്ട്. അവരിപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ശരി, ശ്രീ അബിദ് പറ, ഞാൻ അങ്ങയിലേക്ക് വരാം.